നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കിയിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. പായയിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മേലുകാവ് സ്വദേശി സാജൻ സാമുവലാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊലപാതകമാണ് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തൽ. കൊലപാതകം നടത്തിയത് മൂലമറ്റം സ്വദേശികളാണ് എന്ന് പോലീസ് സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ കാഞ്ഞാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വാഗമൺ സംസ്ഥാന പാതയോരത്തെ തേക്കൻ കൂപ്പിന് സമീപമാണ് ടെയിൽ റേസ് കനാലിനോട് ചേർന്നുള്ള ചെറുകാട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ദുർഗന്ധം വമിച്ചു വലിയ രീതിയിൽ. ഇതേ തുടർന്ന് ഈ ദുർഗന്ധം വന്നതോടെയാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത്. ദുർഗന്ധം വന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹം കണ്ടെത്തുകയും കാഞ്ഞാർ പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ തൊടുപുഴ ഡിവൈഎസ്പി ഇമാനുവേൽ പോൾ, കാഞ്ഞാർ SHO ശ്യാംകുമാർ, SI ബൈജു P ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിരുന്നു. കൊല ചെയ്ത ശേഷം കൊണ്ടുവന്നിട്ടതാണോ എന്ന സംശയമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഏതാനും ദിവസം മുമ്പ് കാണാതായ മേലുകാവ് സ്വദേശിയാണോ ഇതെന്നും പ്രാഥമിക പരിശോധനയിൽ സംശയം ഉയർന്നതിനെ തുടർന്ന് മേലുകാവ് പോലീസിനും വിവരം കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലാ ഡിവൈഎസ്പി PK സദൻ, മേലുകാവ് SHO അഭിലാഷ്, മുട്ടം SHO EK സോൾ ജിമോൻ എന്നിവരുടെ നേതൃത്വത്തിലും പോലീസ് സംഘം എത്തി അന്വേഷണം നടത്തിയിരുന്നു. എന്തായാലും ഈ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ മരിച്ച ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിലെ പോലീസിന്റെ നിഗമനം മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം വാഹനത്തിൽ കൊണ്ടുവന്ന മൃതദേഹം ഇവിടെ എത്തിച്ച് ഉപേക്ഷിച്ചതാണോ എന്ന സംശയമാണ് പോലീസിന് നിലവിലുള്ളത്. മൃതദേഹം നിലത്തിട്ട് വലിച്ചിഴച്ചതിന്റെ പാടുകളും മറ്റുമുണ്ട്. മാംസഭാഗങ്ങൾ ഇളകിച്ചാടിയതിന്റെ ഏതാനും അവശിഷ്ടങ്ങൾ ചിതറിയ നിലയിലാണ്. സംഭവം അറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് സ്ഥലത്തേക്ക് എത്തിയത്. ഇതോടെ പോലീസ് പ്രദേശം റിബൺ കെട്ടിത്തിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഉച്ചയോടെ ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനാ സംഘം സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. ഇതിനുശേഷം എൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതേസമയം നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട യുവാവിനെ കാണാനില്ലെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം മേലുകാവ് പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ മാതാവ് പരാതി നൽകിയിരുന്നു. കൊല്ലപ്പെട്ട മേലുകാവ് സ്വദേശി സാജൻ സാമുവൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറക്കുളം ഭാഗത്തെത്തിയെന്ന് പോലീസിന് സൂചന കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുമായി ബന്ധം പുലർത്തിയെന്ന് സംശയിക്കുന്ന ചിലരെ പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായി. എന്തായാലും എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ കൊലപാതകം ഉണ്ടായത്, കൊലപാതകത്തിന്റെ കാരണം എന്താണ്, ഈ കൊലയാളികൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് തിരിഞ്ഞു എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിദാരുണമായ ഒരു കൊലപാതകം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.